ഹായ് ഓൾ. നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പെറ്റാണ് കേട്ടോ ലവ് ബേർഡ്സ്. ഇതിനെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല അല്ലേ. വെറൊരു ഭംഗിയുള്ള പക്ഷി മാത്രമല്ല കേട്ടോ ഇത്, അതീവ ബുദ്ധിശാലികളും പിന്നെ മനുഷ്യരായിട്ട് പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യുന്നൊരു പക്ഷിയാണ് കേട്ടോ. ലവ് ബേർഡ്സ് എന്ന പേര് പോലെ തന്നെ സ്ട്രോങ് ബോണ്ടാണ് കേട്ടോ ഇവർക്ക്. ഇവർ പെയറായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇവർ ഒരുമിച്ചാണ് കഴിയുക. ഇവർ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ കൂടുകളാണ് നല്ലത്, പറക്കാനും കളിക്കാനും. പിന്നെ അതുപോലെ തന്നെ ഇവരെപ്പോഴും സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർ പാരറ്റ് ഫാമിലി ഉള്ളതാണെങ്കിൽ ഇവർ സൈസ് കൊണ്ട് വളരെ ചെറുതാണ് കേട്ടോ. 5 to 7 ഇഞ്ച് വരെയാണ് ഇവരുടെ നീളം വരുന്നത്. ലവ് ബേർഡ്സിന് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കടിച്ചു മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പച്ചമടലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്നിങ്ങനെ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മടൽ ഇട്ട് കൊടുത്തത്. അതിപ്പോൾ ഉണങ്ങി ഇതായിട്ടുണ്ട്. നന്നായിട്ട് പരിചരിക്കുവാണെങ്കിൽ 10 to 15 ഇയേഴ്സ് വരെ ഇവർ ജീവിക്കും കേട്ടോ. ലവ് ബേർഡ്സിൻ്റെ നമ്മൾ വാങ്ങിയിട്ടൊരു 6 month ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ O എന്ന് പറഞ്ഞിട്ട്. വെള്ളത്തിൽ 2-3 drops 3 days കൂടുമ്പോഴൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ബോട്ടിലുള്ള കവറിൽ കണ്ടത് സീഡ്സിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇമ്മ്യൂണിറ്റിക്കും ഹെൽത്തിനും പിന്നെ ഫെതേഴ്സിനൊക്കെ കളർ കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കായിരുന്നു കേട്ടോ അത്. ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഫോക്സ് ടെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തിനയാണ് കേട്ടോ ഈ കഴിക്കുന്നത്. മിക്സഡ് സീഡ്സും കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ സീഡ്സും ക്യാൻഡി സീഡ്സും സാഫ്ലവർ സീഡ്സും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും സീഡ്സ് കൊടുക്കുമ്പം ഫാറ്റ് കണ്ടൻറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് നല്ലത്. ക്യാരറ്റ്, ചീരയുടെ ഇലകൾ, ബ്രോക്കോളി, കോളിഫ്ലവർ, കുക്കുംബർ, മത്തങ്ങ, പയർവർഗ്ഗങ്ങൾ ഇവയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഒരു തവണ ഞാനിങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തപ്പം വേറെ ഒന്നും ഇല്ലാണ്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിക്കും കേട്ടോ. തിനയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കില്ല. ആപ്പിള്, പപ്പായ, വാട്ടർമെലൺ, പേരയ്ക്ക, ബനാന ഒക്കെ കൊടുക്കാം. അപ്പോൾ ആപ്പിളും പപ്പായയൊക്കെ കുരു ഇല്ലാണ്ട് വേണം കൊടുക്കാൻ. പ്ലേറ്റ്സും പിന്നെ എണ്ണമയും ഉപ്പും ഒക്കെയുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡില്ല, അതൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മുടെ ചീരയുടെ വിത്തുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീര ഇല കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ആ ചീര വിത്ത് കഴിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ തിനയാണ് കേട്ടോ വാങ്ങാറ്. ഇത്തവണ ഞാൻ മിക്സ്ഡ് സീഡ്സാണ് വാങ്ങിയത്. കൂടുതൽ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ. അവർക്ക് ആദ്യമൊക്കെ സൺഫ്ലവർ സീഡ്സ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ തൊട്ട് അവരത് കഴിക്കാണ്ട് ഇങ്ങനെ ബാക്കി വെക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു തവണ ഞാനിങ്ങനെ ഈ കല്ലിൽ ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ നട്ട് മാത്രം വരുമ്പോൾ അവർക്ക് കഴിക്കാൻ എളുപ്പം ഉണ്ടാകട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ ഒരു തവണ അങ്ങനെയാണ് കേട്ടോ ചെയ്തു കൊടുത്തത്. അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തപ്പോൾ തന്നെ അവർ ആ തിന തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ചു നാളത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം എന്ന് തന്നെ കരുതി കേട്ടോ. വെള്ളം ഞാൻ ഡെയിലി മാറ്റി വെക്കാറുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ഡേ എടുത്തപ്പം സൺഫ്ലവർ സീഡ്സ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നാലും മിക്കവാറും ബാക്കിയാണ് വെച്ചത്. വെള്ളം നനഞ്ഞാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ തൊട്ട് ഞാൻ അതങ്ങ് അല്ലാണ്ട് തന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇനി മുതൽ തിന തന്നെ വാങ്ങുകയുള്ളൂ ഞാൻ. ഇടയ്ക്ക് കുറച്ച് ക്യാരറ്റും ഫ്രൂട്ട്സൊക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഇവർ രാവിലെ സമയങ്ങളിൽ കൂട്ടിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. നമ്മളിവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫുഡ് തീർന്നു, ഇവർക്ക് വിശക്കുന്നു എന്നൊക്കെ അറിയിക്കാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഇട്ട് പെട്ടെന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെയാണ് ആ ബഹളം മാറുന്നത്. ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ലവ് ബേർഡ്സിൻ്റെ വിശേഷങ്ങളൊക്കെ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതൽ പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു ക്യൂട്ട് പെറ്റാണ് കേട്ടോ ലവ് ബേർഡ്സ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടാണ്. എന്തുകൊണ്ട് നല്ലൊരു പെറ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഞാനിതിനെ വാങ്ങിയത് 500 രൂപയ്ക്കാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒരുപാടൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇതിനെ. അവർ കുറച്ച് നേരം ഇതിൻ്റെ കൂടെയൊക്കെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.